ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി CPI 2 വർഷക്കാലം പ്രസിഡന്റ് പദവി അലങ്കരിക്കും. 3 വർഷക്കാലം, അടുത്ത 3 വർഷക്കാലം CPM ആണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാകുന്നത്. ആദ്യത്തെ 2 വർഷം CPI ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാവുന്ന സന്ദർഭത്തിൽ വൈസ് പ്രസിഡൻ്റായി ഇന്ന് ചേർന്ന പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗം നെടുവത്തൂർ ഡിവിഷനിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച DYFIയുടെ സംസ്ഥാന ട്രഷററും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള സാർ അരുൺ ബാബുവിനെ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്നതാണ്. അരുൺ ബാബുവാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി നിശ്ചയിച്ചത്. തീർച്ചയായും അത് മത്സരിക്കാനായി. ആ മത്സരത്തിൽ മേയർ സ്ഥാനത്തേക്ക് കഴിഞ്ഞ തവണയും കൗൺസിലറായിരുന്ന അനുഭവമുള്ള കന്നിമേൽ ഡിവിഷനിൽ നിന്ന് വിജയിച്ച PJ രാജേന്ദ്രനെ മേയർ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാനുള്ള തീരുമാനവും ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അദ്ദേഹം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി സേവനം അനുഷ്ഠിച്ച അനുഭവ സമ്പത്തുകൂടി ഉള്ള ആളെയാണ് മേയർ സ്ഥാനത്തേക്ക് ഇത്തവണ മത്സരം. അതോടൊപ്പം തന്നെയാണ് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ആയിട്ട് ശ്രീ ബാബുവിനെ ഇന്ന് ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗം ഐകകണ്ഠേന തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. തിരിച്ചടി ഉണ്ടാകുമ്പോൾ മാത്രമല്ല, വിജയിക്കുന്ന സന്ദർഭത്തിലും CPMന്റെ സംഘടനാ രീതി എല്ലാ കാര്യങ്ങളും ശരിയായ നിലയിൽ തന്നെ പരിശോധിച്ച് തന്നെയാണ് പോകുന്നത്. കഴിഞ്ഞ 25 വർഷക്കാലം ജയിച്ച സന്ദർഭത്തിലും പരിശോധിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു അപ്രതീക്ഷിതമായ പരാജയം ഏൽക്കേണ്ടതായി വന്നിട്ടുണ്ട്. ആ പരാജയ കാരണങ്ങളെ സംബന്ധിച്ച് വിശദമായി തന്നെ പരിശോധിക്കും. ജില്ലാ പഞ്ചായത്ത് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുണ്ട്, അതും പരിശോധിക്കും. പരാജയം വിലയിരുത്തും. വിജയത്തെ സംബന്ധിച്ചും നമ്മൾ പരിശോധിക്കും. കൂടുതൽ ജനങ്ങളോട് ഉത്തരവാദിത്തപൂർണ്ണമായി ജനസേവനത്തിനായി, നാടിൻ്റെ വികസനത്തിനായി മുൻകാലങ്ങളിൽ നിലയുറപ്പിച്ചിട്ടുള്ളതുപോലെ കൂടുതൽ ശക്തമായി CPM പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അത് പരിശോധിച്ചിട്ടുണ്ട്. കാരണം എന്ന് ചോദിച്ചാൽ BJPയുടെ വോട്ട് കേരളത്തിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട്, ഇവിടെയും പലയിടത്തും കുറഞ്ഞിട്ടുണ്ട്. UDFന്റെ വോട്ട് 100 താഴെ വോട്ട് UDFന് ലഭിച്ച ഒരുപാട് ഡിവിഷനുകളും വാർഡുകളും ഉണ്ട്. അപ്പോൾ ഇത് പരസ്പരമായി നമ്മൾ പരിശോധിക്കപ്പെട്ട പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ ആദ്യമായി ഒരു BJP പ്രതിനിധി ഐക്യരക്കോണത്തു നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു വന്നു. അവിടെ 300 വോട്ട് പ്രേമേന്ദ്രൻ പാർലമെന്റിൽ മത്സരിക്കുമ്പോൾ ലഭിച്ചു. 280 വോട്ട് UDFന് കഴിഞ്ഞ തവണ അവിടെ വാർഡ് ഇലക്ഷനിൽ ലഭിച്ചു. ഇത്തവണ അവർക്ക് കിട്ടിയത് 18 വോട്ടാണ്, അവിടെ BJP ലഭിച്ചു. ഈ കാര്യം ഞങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ട് എങ്ങനെ പോയി അവരുടെ വോട്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമാക്കണം. പരവൂർ മുനിസിപ്പാലിറ്റി കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട് ഇപ്പം തിരിച്ചു പിടിച്ചു. അവിടെ നേതൃത്വം നൽകിയത് പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പർ സേതുമാധവനാണ്. സേതുമാധവനെ പരാജയപ്പെടുത്താൻ വേണ്ടി BJP മത്സരിച്ചെടുത്ത് UDFന് 20 വോട്ട് മാത്രമാണ് UDFന് അവിടെ ലഭിച്ചത് എന്നതുൾപ്പെടെ പരിശോധിക്കപ്പെടുമ്പോൾ സീറ്റ് വർധന ഉണ്ടാക്കുന്നത് 2 കൂട്ടർ എങ്ങനെയാണ് എന്നുള്ളത് വ്യക്തമാണ്. ഒരു അവിശുദ്ധ കൂട്ടുകെട്ടം ഒരു സീറ്റിനോ വോട്ടിനോ CPM ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല. RSSുമായി എങ്ങും സന്ധി ചെയ്തിട്ടില്ല. SDPIയുമായിട്ടും എങ്ങും ചേരുന്ന പ്രശ്നമേ ഉദിച്ചിട്ടില്ല. സീറ്റല്ല പ്രശ്നം, രാജ്യമാണ്, രാജ്യത്തെ ജനങ്ങളാണ് എന്ന നിലപാടിൽ തന്നെയാണ് എല്ലാ കാലത്തും CPM നിന്നിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിലും അത് തന്നെയാണ് കണ്ടത്. കോർപ്പറേഷനിൽ ഉണ്ടായിട്ടുണ്ട്, മുനിസിപ്പാലിറ്റി ഉണ്ടായിട്ടുണ്ട്, ജില്ലയിൽ ആകെ അത്തരത്തിൽ ഉള്ള അവിശുദ്ധമായ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഏതാ സ്ഥിരസമിതി അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയിൽ ജനകീയാസൂത്രണം ഉൾപ്പെടെ വന്നതിന് ശേഷം ഈ പഞ്ചായത്തുകളിലും പാർലമെന്റും ഒന്നും പ്രതിപക്ഷ ഭരണപക്ഷമില്ല, ഒരു പക്ഷമാണ്. അതുകൊണ്ടാണ് വിജയിച്ചു വരുന്ന അംഗങ്ങളുടെ ആനുപാതിക ക്രമത്തിലാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായിട്ടുള്ള ആളുകളെ നിശ്ചയിക്കപ്പെടുന്നത്. അത് ജനാധിപത്യത്തിലുള്ള ഒരു അവകാശമാണ്, അധികാര വികേന്ദ്രീകരണത്തിലുള്ളതാണ്. അതിലെല്ലാ കാലത്തും ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്, അതിൽ പങ്കെടുക്കും. സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ ഒറ്റയ്ക്ക് തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ വിജയിപ്പിക്കാനുള്ള വോട്ട് ആനുപാതികമായി ഇടതുപക്ഷത്തിലുണ്ട്. എല്ലാ കാലത്തും ജനങ്ങളെ കേൾക്കുക എന്നത് പാർട്ടി പ്രവർത്തനത്തിൻ്റെ ശൈലിയാണ്.
അത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമല്ല, ഇല്ലാതുള്ള ഘട്ടങ്ങളിലും ജനങ്ങളെ കേൾക്കും. തെരഞ്ഞെടുപ്പ് വരെയുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങൾ വരുമ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലും. അതിനു മുമ്പ് തന്നെ ജനങ്ങളുമായി നല്ല നിലയിൽ ഇടപഴകി ഏതെങ്കിലും ജനങ്ങൾക്ക് അഭിപ്രായങ്ങളോ നമ്മളെക്കുറിച്ച് പരാതികളോ പരിഭവങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കേൾക്കും, അതിന് പരിഹാരം കാണും, ജനങ്ങളെ കൂടുതൽ വിശ്വാസത്തിലെടുക്കും. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തും. കൂടുതൽ ശക്തിയോടുകൂടി തന്നെ ഇടതുപക്ഷം ഈ കേരളത്തിൽ അടുത്ത് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ചരിത്രം തിരുത്തിക്കുറിച്ച് ഒരു മൂന്നാം LDF സർക്കാരും കേരളത്തിൽ അധികാരത്തിൽ വരിക തന്നെ ചെയ്യും എന്നതാണ് കൊല്ലം ജില്ലയിൽ ഉൾപ്പെടെ റിസൾട്ടുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നതെന്നുള്ളതാണ്. വികസനവും ക്ഷേമകാര്യം അടക്കമുള്ള കാര്യങ്ങൾ സർക്കാരിന്റെ പ്രവർത്തനം ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ അതിനെ മറികടക്കാൻ BJPയോട് കൂട്ടുപിടിച്ച് കോൺഗ്രസിന് കഴിഞ്ഞു. അല്ല, വികസനങ്ങൾ താഴോട്ട് എത്താത്തതിന്റെ ഒന്നാമത്തെ കുറ്റം നമ്മൾ പറയുന്ന നല്ല കാര്യങ്ങളെല്ലാം മാധ്യമങ്ങൾ വഴി ജനങ്ങളിലേക്ക് എത്തുന്നില്ലല്ലോ. ഈ എതിരാളികളായിട്ടുള്ളവർക്ക് തന്നെ ഇര ഇട്ടുകൊടുക്കുന്ന രൂപത്തിലേക്ക് പല നല്ല കാര്യങ്ങളെയും വ്യാഖ്യാനിച്ച് എത്തിക്കുന്നത് കൊണ്ടുകൂടിയാണ് ജനങ്ങൾ കുറച്ച് ആശയക്കുഴപ്പത്തിലേക്ക് എത്തുന്നത്. ജനങ്ങൾ ആശയക്കുഴപ്പം ഉണ്ടാവാതെ പോകണമെങ്കിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി മാധ്യമങ്ങളും കൂടെ നിന്നാൽ നമുക്ക് ജനങ്ങളെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പെട്ടെന്ന് കഴിയുമെന്നുള്ളതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന ക്ഷേമത്തിലൂന്നി നിന്നുള്ള വികസനം അത് കൊല്ലം ജില്ലയിൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ച് ജനക്ഷേമകരമായ പദ്ധതികൾ നടപ്പിലാക്കി കൊല്ലത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത, ടൂറിസം, കാർഷിക മേഖലയുടെ പ്രത്യേകത, പരമ്പരാഗത വ്യവസായ മേഖല അതിനെല്ലാം കൂടുതൽ സംരക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ യുവജന, സ്ത്രീ, വൃദ്ധജനങ്ങളെ കൂടി സംരക്ഷിച്ചുകൊണ്ട് അവരെ കൂടി സംരക്ഷിച്ചുകൊണ്ടുള്ള ക്ഷേമത്തിലൂന്നിന്നുകൊണ്ടുള്ള വികസന കാഴ്ചപ്പാടിലൂടെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ നിരവധി വർഷക്കാലമായി കൊല്ലം ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച അതെല്ലാം ജനങ്ങളെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള വികസന പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകും.